ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഭഗവാൻ ചോദിച്ചു, അശാന്തസ്യ കുതസുഖം, അശാന്ത മനസ്സിൽ സുഖമുണ്ടാവുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥയ്ക്കാണ് സുഖം എന്ന് പറയാം. അപ്പം നമ്മളിപ്പോൾ നല്ല സുഖമുണ്ട് പറഞ്ഞാൽ ആ സുഖം താൽക്കാലികമാണ്, സ്ഥിരമായിട്ടില്ല. തൽക്കാല സമയത്തേക്ക് ഒരു സമാധാനം തോന്നി, അത്രയേ ഉള്ളൂ. അപ്പം ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മനസ്സ് ശാന്തമാവണം. മനസ്സ് ശാന്തമാവണമെങ്കിൽ അനുഭവങ്ങളെ പ്രസാദ ബുദ്ധിയോടെ സ്വീകരിക്കണം. പ്രസാദ ബുദ്ധി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിസ്തരിച്ച് പറഞ്ഞു. ജീവിതം മുഴുവൻ പ്രസാദ ബുദ്ധിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെട്ടു, അയാൾ ഭക്തനായി. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും, അതിൻ്റെ അനുഭവങ്ങൾ സ്വീകരിക്കാനും പറ്റും. അത് രണ്ട് കാര്യം ചെയ്യാനുള്ളൂ. കർമ്മം ചെയ്യുക, അനുഭവിക്കാം. ഇതാണ് ജീവിതം. അതതിൻ്റെ വിധിച്ച സമയമാകുമ്പോൾ അതങ്ങോട്ട് പോയിക്കോളും. ഈ ഉപകരണം തിരിച്ച് പ്രകൃതിയിൽ ലയിക്കാൻ തുടങ്ങും. അതാണ് സാധാരണ ജീവിതം. അപ്പോൾ ഈ കിട്ടിയ അനുവദിച്ച സമയം മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുള്ള തത്വങ്ങളൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ സ്വാധീനമല്ലാത്തവന് ജ്ഞാനമുണ്ടാവുകയില്ല, അവന് ധ്യാനവും സാധ്യമല്ല. ധ്യാനമില്ലാത്തവന് ശാന്തിയില്ല, അശാന്തന് സുഖമുണ്ടാകുന്നത് എങ്ങനെ? ഇതായിരുന്നു 66. ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം. ഇത് നമ്മൾ ആധ്യാത്മികമായ പാതയിൽ മുന്നേറുന്ന ഓരോരുത്തർക്കും കാര്യമായിട്ട് ചെയ്യാനുള്ള രണ്ട് കാര്യമുള്ളൂ: ശമം, ദമം. ശമം എന്ന് പറഞ്ഞാൽ മൈൻഡ് കൺട്രോൾ, മനോനിയന്ത്രണം. ദമം പറഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം. ഇത് രണ്ടും ഉണ്ടോ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് വരാൻ തുടങ്ങും. അമ്മ പറയുന്ന ഉദാഹരണം ഈ മേശയുടെ കാല് പോലെയാണ്. 4 കാലും കൂടി ഒരുമിച്ച് വലിക്കേണ്ട പറയും. ഏതെങ്കിലും ഒരു കാല് വലിച്ചാൽ മതി, ബാക്കി 3 ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഈ 2 കാര്യം നമ്മൾ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ മനസ്സ് നമ്മളെ കയ്യിൽ കൺട്രോളിൽ നിൽക്കാൻ തുടങ്ങും. നമ്മൾ സുഖം എന്ന അവസ്ഥയിലേക്ക് നീങ്ങാൻ തുടങ്ങും. മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം. ഇപ്പം ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ബുക്കുണ്ട്, ഹാപ്പിനെസ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. കിട്ടുകയാണെങ്കിൽ വാങ്ങി വായിച്ചോളാം. അതിൽ ഒരു ആനയെയും ആനപ്പാപ്പാനെയൊക്കെ ഉദാഹരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരികമായിട്ട് നമ്മൾ പ്രതികരിക്കുന്നതും യുക്തിയോടുകൂടി പ്രതികരിക്കുന്നതും, ഇത് രണ്ടും കൂടി ഒരു ഏറ്റുമുട്ടൽ എപ്പോഴും ഉണ്ട്. ആനയെ നിയന്ത്രിച്ച് കൊണ്ട് നടത്താൻ പാപ്പാൻ നോക്കും, ആനയ്ക്ക് ഇഷ്ടമുള്ള വഴിക്ക് പോകാൻ നോക്കും. ഇതാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ ഭഗവത്ഗീത ഉപദേശം രഥകൽപ്പന പറഞ്ഞു, ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം. ഇതേ കാര്യം ഈ കണ്ടൻ്റ് എടുത്ത് പുതിയ പുസ്തകമാക്കിയിട്ട് അവർ വിറ്റു, കാശാക്കി. മില്യൺസ് ഓഫ് കോപ്പി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞ ആരാണ്? ശ്രീകൃഷ്ണൻ. ആരോട് പറഞ്ഞ? അർജുനോട്. നമ്മളവിടെ കേട്ട് പറഞ്ഞു. ഇത് പണ്ടേ പറഞ്ഞു തന്ന, പുതിയതായിട്ടൊന്നും ആർക്കും പറയാനില്ല. പക്ഷെ അതിൽ നിന്ന് ഈ ശ്രീകൃഷ്ണ അർജുനനെയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അത് അയാളതായി, അയാൾ കാശുണ്ടാക്കി. ഇപ്പോൾ അത് പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കിട്ടാനുണ്ട്. ബുക്ക് കിട്ടുമെങ്കിൽ വാങ്ങി വായിച്ചോളൂ, നല്ല പുസ്തകമാണ്. എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, എങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം, ആനയെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെ, പാപ്പാനെ കൺട്രോൾ ചെയ്യേണ്ടത്, ഇവർ തമ്മിലൊരു ഐക്യം വേണം. എന്നാലേ ആന മുന്നോട്ട് അത് ഉദ്ദേശിച്ച വഴിക്ക് പോകാൻ പറ്റുള്ളൂ. പാപ്പാനെ ഉദ്ദേശിച്ച വഴിക്ക് ആനയെ കൊണ്ടുപോകണം. അതുപോലെ ഇവിടെ ഭഗവാൻ പറയുന്നു രഥം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്. രഥം, ഈ 5 കുതിരകളെ നമ്മൾ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നിയന്ത്രിക്കാൻ അറിയുന്ന ആളെ വേണം ഏൽപ്പിക്കാൻ, അല്ലെങ്കിൽ കുതിരയുടെ വഴിക്ക് പോകും. 5 കുതിരകൾ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഇതാണ് പ്രപഞ്ചാനുഭവങ്ങൾ. അപ്പോൾ ഇതിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇത് ജീവിതത്തിനെ പല വഴിക്കായിട്ട് കൊണ്ടുപോകും. രഥം തകർന്നു പോകും. രഥം പറഞ്ഞാൽ ദേഹം, നമ്മുടെ ജീവിതം തന്നെ തകർന്നു പോകും. ഒക്കെ 62ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ പറഞ്ഞു. ഇതൊക്കെ നന്നായിട്ട് ഓർമ്മിക്കുക. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു മനസ്സിലൊരു ചെറിയ ആഗ്രഹം വരുന്നതോടുകൂടി നമ്മൾ നോക്കണം, ഈ ആഗ്രഹം വേണ്ടതാണോ വേണ്ടാത്തതാണോ. ആവശ്യം, അനാവശ്യം, അത്യാവശ്യം 3 ഗ്രൂപ്പാക്കി തിരിക്കണം എന്നാണ്. അപ്പം അത്യാവശ്യം എന്നുള്ളത് നമ്മൾ ചെയ്തേ പറ്റും, നിവൃത്തിയില്ല. ആവശ്യം എന്നുള്ളത് കണ്ടറിഞ്ഞ് ചെയ്യാം, ആവശ്യമുള്ള അത്ര ചെയ്യാം, കൂടുതൽ വേണ്ട. അനാവശ്യം പറഞ്ഞാൽ ഒഴിവാക്കുക. ഇതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും, ജീവിതം തകർന്നു പോകും. ഈ 3 ഇത്രയൊക്കെ ഉള്ളൂ ആക്ച്വലി. ഇതൊക്കെ തന്നെയാണ് അധ്യാത്മ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിങ്ങനൊരു ഭക്തൻ്റെ വേഷം കെട്ടി നടക്കലല്ല. ഭക്തിയെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ഭക്തനാവുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഭഗവാൻ ഈ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞു വന്നു. ഇനി 67ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. ഇന്ദ്രിയാണാഹി ചരതാം യന്മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. വിഷയങ്ങളിൽ അലയുന്ന ഇന്ദ്രിയങ്ങളെ പിന്തുടരുന്ന മനസ്സ്
വെള്ളത്തിലെ തോണിയെ കാറ്റെന്ന പോലെ ബുദ്ധിയെ ദൂരെ വലിച്ചു കൊണ്ടുപോകുന്നു. എപ്പോഴാണ് നമ്മളുടെ തീരുമാനങ്ങൾ തെറ്റിപ്പോവുക? മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയാൻ കാരണം, ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും സ്വന്തമായിട്ട് കഴിവില്ല. കണ്ണിന് എന്തെങ്കിലും കാണണമെങ്കിൽ മനസ്സ് കണ്ണിൽ കൂടെ പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കാണില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കാനായിരിക്കും വളരെ ഗാഢമായിട്ട്. നമ്മൾ മുന്നിൽ കൂടെ ഒരു ആന പോയാലും കൂടി ചിലപ്പോൾ കാണില്ല, മനസ്സവിടെയാണ്. കണ്ണിന് മുന്നിൽ കൂടെ പോകുന്നുണ്ടോ ഇല്ല. ഈ ദുഷ്യന്തൻ ശകുന്തളേൻ്റെ ഒക്കെ കഥയിൽ പറഞ്ഞു തന്നു, മഹർഷി വന്നത് കണ്ടില്ല. കാരണം എന്താ? ശകുന്തള ദുഷ്യന്തനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തന്നെ നമുക്കൊക്കെ ഇപ്പോഴത്തെ നമ്മളെല്ലാവരും ഗീതാ ക്ലാസ്സിലുണ്ട്. എത്ര ആൾ ഇവിടെ ഉണ്ട്? പലരും മനസ്സ് പല സ്ഥലത്താണ്, പറയാൻ പറ്റില്ല. ഇനി പോയിട്ട് ചോറുണ്ടാക്കാൻ, സൺഡേ ആണ്, സ്പെഷ്യൽ ഉണ്ടാക്കാണ്ട് ചെരുപ്പ് അവിടെ ഊരി വെച്ചിട്ടുണ്ട്, ആരെയും കൊണ്ടുപോയിണ്ടാവും. ഇന്നലെ വാങ്ങിയ ചെരുപ്പ് 500 റുപ്യേൻ്റെ ചെരുപ്പാണ്. മനസ്സ് ചെരുപ്പിലായിരിക്കും. അല്ല, ആൾ ശരീരം ഇവിടെ ഉണ്ടാവും, മനസ്സ് അവിടെ ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അടുത്ത് വന്നിരിക്കണമെങ്കിലോ കഴിഞ്ഞു, അന്നത്തെ ഗീതാ ക്ലാസ്സിൻ്റെ കാര്യം പോക്കാണ്. മനസ്സ് മുഴുവൻ അവിടെയാണ്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കണം, ഇല്ലെങ്കിൽ എന്താവും? അത് നമ്മളെയും കൊണ്ടൊരു വഴിക്ക് പോകും. ഭഗവാൻ പറയുന്നു, ഈ കൊടുങ്കാറ്റിലൊക്കെ തോണി പൊട്ട പോലെ ഒരു നിയന്ത്രണമില്ലാതെ അതിന് തിരയിൽ മുങ്ങിപ്പോവുക, രക്ഷയും അങ്ങനെ തകർന്നു പോകും ജീവിതം. അപ്പം നമ്മൾ ജീവിതം എപ്പോഴൊക്കെ എവിടേക്കൊക്കെ പോകുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം മനസ്സ് ദുഃഖകരമായ അവസ്ഥയിലേക്ക്, നിരാശയിലേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ എൻ്റെ മനസ്സ് ഏതു വഴിക്കാണ് പോകുന്നത്? ഒരു സീരിയലും കാണേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ. വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് എങ്ങോട്ടാണ് പോകണത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ മതി. എൻ്റെ മനസ്സിപ്പോഴെന്താ ചിന്തിക്കുന്നത്? ഭക്ഷണത്തിനെക്കുറിച്ച്, എൻ്റെ മനസ്സ് ഇന്നയാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും അത് ചാടും അടുത്ത കൊമ്പിലേക്ക്. എൻ്റെ മനസ്സ് വീടിനെക്കുറിച്ച് ചിന്തിക്കും, അത് എഴുതുമ്പോഴേക്കും നാട്ടിലേക്ക് പോകും. എൻ്റെ മനസ്സ് മുത്തച്ഛനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരിക്കലും അവസാനമില്ലാത്ത സീരിയലാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിനെ കാണാൻ തുടങ്ങുമ്പോൾ മനസ്സിൻ്റെ ചാട്ടം കുറയാൻ തുടങ്ങും. അത് കുറേശ്ശെ നമ്മളെ കൺട്രോളിൽ വരും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇതിനെ പതുക്കെ അത് സപ്രസ്, എന്താ പറയുക, ബലമായിട്ട് ഒരിക്കലും മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. മനസ്സിന് ഓടുക എന്നുള്ളത് മനസ്സിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ എന്ത് വേണം? അതിന് ഓടാനുള്ളൊരു വഴി ഇട്ട് കൊടുക്കണം. ഇനി എത്ര വേണേൽ ഓടിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം മാനസപൂജ പറയും. മനസ്സിൽ ഈശ്വരനെ പൂജിക്കുക. മനസ്സിൽ ഈശ്വരനെ പൂജിക്കുക. ഒരു തിരുമേനിയും വിളിക്കേണ്ട ആവശ്യമില്ല. ഒരു വിളക്ക് വേണ്ട, പൂവ് വേണ്ട, നിവേദ്യം വേണ്ട, ഒന്നും വേണ്ട. മനസ്സിൽ നന്നായിട്ട് ഒരു ഗുരുവായൂരപ്പനാണെങ്കിൽ ഗുരുവായൂരപ്പൻ വലിയൊരു രൂപം, ഗുരുവായൂരപ്പൻ്റെ ആകാശം മുട്ടുള്ളൊരു രൂപം എന്ന് വിചാരിക്കും. എത്ര വേണം ഓടിക്കോട്ടെ മനസ്സിൽ. ഗുരുവായൂരപ്പൻ്റെ പാദം മുതൽ കിരീടം വരെ ഓരോ ഭാഗം കണ്ടുകൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ മൂപ്പര് നിൽക്കാൻ തുടങ്ങും. ഗുരുവായൂരപ്പനല്ല, മനസ്സ് നിൽക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റും. ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ മനസ്സിനെ തീരുമാനിക്കും. ഇനി പാദങ്ങൾ ഒന്നും കൂടി ഉറപ്പിക്കണേ, മനസ്സിന്ന് പുഷ്പങ്ങൾ, ഭഗവാന്റെ പാദത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ? മനസ്സങ്ങോട്ട് ഓടില്ല. ഇങ്ങനെ കുറച്ച് കൊണ്ടുവരണം. മനസ്സിൻ്റെ ഓട്ടം എത്രത്തോളം നിർത്തുന്നു അത്രത്തോളം നമ്മളുടെ ഉള്ളിൽ ആത്മപ്രകാശം കൂടി വരും. മനോനിയന്ത്രണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. കർമ്മത്തിന് സാക്ഷിയാണ് ഭഗവാൻ ആദ്യം പറഞ്ഞു, ഈ അധ്യായത്തിൽ പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഉള്ളിൽ നിന്ന് ഭഗവാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്തർയാമി, അകത്തിരുന്നിട്ടെല്ലാം അറിയുന്ന ആൾ ഭഗവാൻ. പണ്ട് ഒരു ഗുരു ശിഷ്യൻ്റെ 2 ശിഷ്യന്മാർ, അവരടുത്ത് 2 കിളികളെ കൊടുത്തു, ഓരോരുത്തർക്ക് ഓരോ പക്ഷിയെ. ഞാൻ പറഞ്ഞു തോന്നി കഥ. എന്നിട്ട് ആരും കാണാതെ കൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഒരു ശിഷ്യൻ കൊന്നു, മൂപ്പര് ഓൺ ദ സ്പോട്ട് പരിപാടി കഴിച്ചിട്ട് തിരിച്ചു വന്നു. രണ്ടാമത്തെ ആൾ ലോകം മുഴുവൻ നടന്നിട്ടും ലാസ്റ്റ് തിരിച്ചു വന്നു. ഗുരുവിൻ്റെ അടുത്ത് ആ ജീവനുള്ള കിളിയെ തിരിച്ചു കൊടുത്തു. എനിക്ക് കൊല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ഗുരു ചോദിച്ചു, എന്തു പറ്റി? ഞാൻ ഇതിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ഉള്ളിലൊരാൾ. അപ്പോൾ അത് ശരിക്കുള്ള സാധകൻ. നമ്മളുടെ ഓരോ കർമ്മത്തിനും ഭഗവാൻ സാക്ഷിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കള്ളത്തരം പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു കുളത്ത് പിന്നോട്ട് വലിക്കും. വേണോ എന്ന് ചോദിക്കും. അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഭഗവാൻ തോറ്റുപോകും. ഭഗവാനോട് ഒരു മിണ്ടായിരിക്കും ഭഗവാനോട്. അപ്പോൾ മുപ്പരും ഉണ്ടായിരിക്കും. പക്ഷെ ആ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. എന്ത് ചെയ്താലും ഒരു ഫലമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഭഗവാനെ അനുസരിക്കും, വേണ്ട പറയും. അപ്പം മനസ്സിൽ നമ്മളിപ്പോൾ വേണ്ടാത്തൊരു ചിന്ത മനസ്സിൽ വന്ന് ഉടനെ ഉള്ളിൽ നിന്ന് അരുത് എന്ന് കേട്ട് കഴിഞ്ഞാൽ മുപ്പര് പതുക്കെ പറയുള്ളൂ, അവിടെ അരുതിട്ടോ, സ്നേഹത്തിൽ. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അരുത്, അതല്ല, തൽക്കാലം അവിടെ ഇരിക്കും, ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഒന്ന് കോംപ്രമൈസ് ആവട്ടെ എന്ന് കോംപ്രമൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞ പണ്ട് ആ നേതാവ് പറഞ്ഞു, എന്നാൽ നീ അനുഭവിച്ചു. അത് തന്നെ അങ്ങനെയോ. എപ്പോഴും ഉള്ളിൽ ഈ ചിന്ത വേണം. കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ട്
ദൈവം ഒരുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺട്രോളിൽ വരും. മനോനിയന്ത്രണം, ഇത് ആവശ്യമില്ലാത്തതാണ്, ആവശ്യമുള്ളതാണ്. ഈ ചിന്തയിൽ നമ്മൾ ഇങ്ങനെയും മനോനിയന്ത്രണം പറ്റുള്ളൂ. ഒന്നിൽ മനസ്സിന് ഓടാൻ നല്ല വഴികൾ പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ ബോധത്തിലിരിക്കുക, ധർമ്മത്തിൻ്റെ ബുദ്ധിയിൽ അത് കണ്ടുകൊണ്ടിരിക്കില്ലേ. ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഇഷ്ടദൈവം ദേവി അല്ലെങ്കിൽ ഗണപതി എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എൻ്റെ കർമ്മങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരുവഴിക്കും, നമ്മളെ രഥം നേരെ വഴിക്ക് പോകാൻ തുടങ്ങും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തസ്മാദ്യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അർജുന, അതുകൊണ്ട് യാതൊരുവൻ്റെ ഇന്ദ്രിയങ്ങളാണോ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിശേഷം പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ പ്രജ്ഞ സ്ഥിരമാണ്. സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് പറയുന്നത്, ജ്ഞാനിയുടെ ലക്ഷണം. ആരുടെയൊക്കെ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയുന്നുണ്ടോ അവർ ജ്ഞാനിയായി തുടങ്ങും. അയാൾ ജ്ഞാനിയാണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ജ്ഞാനിയാണോ, ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഗുണമാണ്. എൻ്റെ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടെ വേണ്ടാത്ത വിഷയങ്ങളിലേക്ക് ഓടുന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ തുടങ്ങണം. ഇപ്പോഴൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എത്ര സ്ട്രോങ് ആണ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനങ്ങിയ യൂട്യൂബ് നോക്കിയില്ലെങ്കിൽ ആ ന്യൂസ് നോക്കി ഈ ന്യൂസ് നോക്കിയില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയും. അപ്പോൾ അവിടെ പോയിട്ട് ചെവി കൊടുത്തോണ്ടിരിക്കുക, അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ശീലമുണ്ട്, കാരണം നമ്മളിതൊക്കെ ഉള്ളിൽ ആസ്വദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉള്ളിൽ ആസ്വദിക്കാത്ത കാര്യം നമ്മൾ ചെയ്യില്ല. നമ്മൾ അവനവനെ അവലോകനം ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഞാൻ എന്തൊക്കെ ആസ്വദിക്കുന്നുണ്ട്, എന്തൊക്കെ വിഷയം. അപ്പോൾ അതിൽ വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ആ കർമ്മവാസനകളുണ്ട്. അതിനെ നമ്മൾ മാറ്റാൻ നോക്കണം, പതുക്കെ പതുക്കെ. അപ്പോഴേ കാര്യങ്ങൾ വരുള്ളൂ. പ്രതിലോമ ചിന്ത പറയും. ഒരു നല്ലത് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ഓപ്പോസിറ്റ് വലിയുന്നു. അതിനാണ് ശക്തി കൂടുതലെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യില്ല. ചീത്ത ചെയ്യാൻ പോകുമ്പോഴും ഈ കാര്യമുണ്ട്, അരുത് എന്ന് കേൾക്കും. അപ്പോൾ അരുതിന് ശക്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്യില്ല. ഇപ്പോഴും അവനവൻ്റെ ഉള്ളിലേക്ക് ഒരു നോട്ടം വേണം എല്ലാ കാര്യം ചെയ്യുമ്പോൾ. ഞാനിങ്ങനെയൊക്കെയാണ്. ഇപ്പം മനസ്സിൽ എന്തെങ്കിലും വന്ന് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഞാൻ മനസ്സിലൊക്കെ ഒഴിച്ച് പറയും, എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. അപ്പോഴത്തെ ഒരാൾ സപ്പോർട്ട് ചെയ്യും, അവനെങ്ങനെയാണ്, ഉള്ളിലൊന്നുമില്ല, പാവമാണ്. അപ്പം എന്താണ്, നമുക്ക് മറ്റൊരാളെ ചീത്ത പറയാനുള്ള ലൈസൻസ് കിട്ടി. അങ്ങനെ ആവരുത്. അഥവാ ചിലപ്പോൾ നമ്മളെ വായന്ന് വല്ലതൊക്കെ വീണു പോയാൽ സോറിയൊക്കെ പറഞ്ഞ് എങ്ങനെയും ആ റിലേഷൻ നന്നാക്കി വെക്കണം. എപ്പോഴും തെറ്റ് പറ്റി തോന്നി എപ്പോഴും തിരുത്താൻ പറ്റും. ആ തെറ്റ് പിന്നെ ഉറച്ചു നിൽക്കരുത്. ഭീഷ്മരും കർണനൊക്കെ ദശരഥൻ ഈ തെറ്റുകൾ തിരുത്താത്തതിൻ്റെ രക്തസാക്ഷികളാണ് അവരൊക്കെ. അവരൊക്കെ ഒന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തത് ശരിയായില്ലേ, തീരുമാനം തെറ്റായിരുന്നു, അതൊന്ന് മാറി തീരുമാനിക്കാമായിരുന്നു എന്നവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. എല്ലാം എന്താ പറയുക, ഞാൻ പ്രതിജ്ഞ ചെയ്താൽ മാറില്ല, അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളതല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു, ഇതാണിപ്പോൾ ശരി തോന്നുന്നുണ്ട്. ഗവൺമെൻറ്റിനെ നോക്കിയാലറിയാം, ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി കുറേ കാലം കഴിയുമ്പോഴാണ് ഈ നിയമം ശരിയല്ല തോന്നുന്നത്. അപ്പോൾ പാർലമെൻറ്റ് കൂടി ആ നിയമത്തിനൊക്കെ ഒരു ഭേദഗതി വരുത്തി അതിനെ മാറ്റിവെച്ചു. ഈ ഭേദഗതി വരുത്തൽ ജീവിതത്തിൽ വേണം, ഇല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. അപ്പോൾ ഭഗവത്ഗീത മുന്നോട്ട് പഠിക്കുന്നതിനനുസരിച്ച് ഏകത്വം പരമാത്മ തത്വത്തിലേക്ക് നീങ്ങുമ്പോൾ എല്ലാ ഈശ്വരന്മാരും ഒന്നാണ് എന്ന തലത്തിലേക്ക് നമ്മളെത്തും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഗണപതിൻ്റെ അടുത്ത് പോയിട്ട് ഏത്തോടണ്ടേ, ഭഗവതീൻ്റെ അടുത്ത് പോയിട്ട് എത്ര പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണം. നമ്മളെപ്പോഴും ഗണപതിയെ വേറെ, ഗുരുവായൂരപ്പനെ വേറെ, ഭഗവതിയെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് മാറിയിട്ട് ഭഗവത്ഗീത ഉപദേശിച്ച് തരും. ഇല്ലെങ്കിൽ ഏത് തത്വം, നമ്മളിപ്പോൾ ഭാഗവതം വായിച്ചാലും ഇത് തന്നെയാണ് പറയണേ. ആകെ ഒരു തത്വം ഉള്ളൂ, അതിനെ പലതായിട്ട് കാണുന്നു, ഇതിനെ പലതായിട്ട് കാണുന്നു ഇതിനെ. പക്ഷെ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, പലതാണ് എന്ന ചിന്ത മാറ്റില്ല. ഇതൊക്കെ പഠിച്ചു, ചിന്ത മാറിയില്ല, എന്താ ഗുണം? ഒന്നും ഉണ്ടായില്ല, വെറുതെ ടൈം പോയി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീരുമാനങ്ങൾ നമ്മൾ മാറ്റണം. എത്രത്തോളം അറിവിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ, നമ്മളുടെ അജ്ഞാനം മാറുന്നുണ്ടോ, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. എന്നാലേ ദുഃഖനിവൃത്തിയിലേക്ക് പോകും. എപ്പോഴും എന്നിൽ നിന്ന് അന്യമായതിന് നമുക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ. ഒരാൾക്കും സ്വയം ദുഃഖമാവാൻ പറ്റില്ല. ഏത് ദുഃഖത്തിൻ്റെ ഒരു റീസൺ എടുക്കുന്നത് അത് എന്നിൽ നിന്ന് അന്യമായതാവുള്ളൂ. മനസ്സോ ബുദ്ധിയോ കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം നമുക്ക് ദുഃഖം ഉണ്ടാവും. മനസ്സും ബുദ്ധിയും കൊണ്ടുവരുന്നത് എന്നെക്കുറിച്ചല്ല, അന്യമായതാണ്. ഇത്രയെങ്കിലും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡിയും. എന്ത് കൊണ്ടുവന്നാലും എൻ്റെ ദുഃഖം എന്ന് പറയുമ്പോൾ അത് ഞാനല്ല. എൻ്റേത് എന്ന് പറയുന്ന ഒന്നും ഞാനല്ല. എൻ്റെ ഷർട്ട് പറഞ്ഞാൽ ഷർട്ട് ഞാനല്ല. എൻ്റെ വീട് പറഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ ദേഹം,
അപ്പോൾ ദേഹം ഞാനല്ല, എൻ്റെ മനസ്സ്. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ അതൊക്കെ. എൻ്റെ മനസ്സ്, മനസ്സ് ഞാനല്ല. എൻ്റെ ബുദ്ധി, ബുദ്ധി ഞാനല്ല. ഞാനല്ലാത്തതൊന്നും അസത് എന്നവർ. സത് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എന്ന ബോധം. നിത്യജീവിതത്തിൽ ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു തന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും എൻ്റേതല്ലാത്തതിനെ പോയിട്ട് കെട്ടിപ്പിടിച്ചു അതെങ്ങോട്ട് കൊണ്ടുപോകണം, അതിൻ്റെ കൂടെ പോയി. ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ ഒരു ഒട്ടൽ മാറി കിട്ടണം. വിഷയലോകത്തു നിന്നുള്ള ഈ ഒട്ടൽ മാറി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുന്നവൻ ജ്ഞാനിയാണ്. ആമയുടെ ഉദാഹരണം നമ്മൾ കണ്ടു. അതെപ്പോഴും ഓർമ്മിക്കണം. പലരുടെ വീട്ടിലും വാതിൽക്കൊരു ആമയുണ്ടാവും. ഷൂയി പറഞ്ഞിട്ട് ആമയെ കൊണ്ടുവച്ചിട്ടുണ്ടാവും വാതിൽക്കല്ലേ. കുറേ വെള്ളം, ഒരു ആമയും, ഇല്ലെങ്കിൽ ഒരു എങ്ങനെ ഒരാൾ കൈ വീശനൊക്കെ കാണും. ഓരോ വിശ്വാസമാണ്. ആമയെ കൊണ്ടുവച്ചുകൊണ്ട് മാത്രം കാശ് വരുമൊന്നുമില്ല. വീട്ടിൽ അധ്വാനിക്കും കൂടി വേണം. അധ്വാനിച്ചാൽ തന്നെ പൈസ വരുള്ളൂ. നല്ല രീതിയിൽ അധ്വാനിച്ചാൽ നല്ല പൈസ വരും. അല്ലാത്ത രീതിയിൽ വന്ന പൈസ വന്ന ആളെയും കൊണ്ടുപോകും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. പ്രയത്നം, ആമയെ കാണുമ്പോൾ ഈ ഒരു പ്രയത്നം നമ്മൾ ഓർമ്മിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം വേണം. എന്നാലേ ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് എത്തുള്ളൂ. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഈ വിഷയങ്ങളെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വീടില്ല, കാറില്ല, മാർക്കില്ല, കല്യാണം കഴിഞ്ഞില്ല, ആരോഗ്യമില്ല, സുഖട് മാറിയില്ല, ഇല്ലേ, ഇങ്ങനെയൊക്കെ. ശത്രു സംഹാര പൂജ. ആരാ ശത്രു എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയും. എന്താണ് നമ്മളെ ശത്രു? ഇതാണ് നമ്മളുടെ ശത്രു. നമ്മളെ ഈ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മനസ്സാണ് നമ്മളെ ശത്രു. അപ്പോൾ ഈ ശത്രു സംഹാരം ചെയ്യണം എന്തിനായിരിക്കണം? മൈൻഡ് കൺട്രോൾ കിട്ടാനുള്ള അനുഗ്രഹം വാങ്ങാനാണ് ശത്രു സംഹാരം ചെയ്യുന്നത്. ഇതൊക്കെ ഇതിൽ പറഞ്ഞു. അടുത്തത് നോക്കാം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. സർവജീവികൾക്കും യാതൊന്ന് രാത്രിയാണോ ആ രാത്രി ജിതേന്ദ്രിയനായ മുനി ഉണർന്നിരിക്കുന്നു. യാതൊന്നിലാണോ സർവജീവികളും ഉണർന്നിരിക്കുന്നത് അത് സത്യദർശിയായ മുനിക്ക് രാത്രിയാകുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയും പകലിനെയും കുറിച്ച്. രാത്രി എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ചേർന്നിരിക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ രാത്രി നമ്മൾ നല്ല ഉറക്കത്തിലാണ്, നമുക്ക് ലോകമായിട്ടൊരു ബന്ധവുമില്ല അങ്ങനെ. അപ്പോൾ ഇവിടെ മുനിയെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം, ജ്ഞാനി എന്തിലാണോ ഉണർന്നിരിക്കുന്നത്, ബോധത്തിലിരിക്കുന്നത്, അതിനെക്കുറിച്ച് സംസാരത്തിലിരിക്കുന്നു. നമ്മളെപ്പോലുള്ളവർക്ക് യാതൊരു ബോധവുമില്ല. ബ്രഹ്മം. അതാണ് ഈ ശ്ലോകത്ത് പറഞ്ഞത്. ശിവരാത്രിക്ക് ഉറക്കൊഴിയാ പറഞ്ഞാൽ ഉറക്കൊഴിഞ്ഞിരുന്നത് സിനിമ കാണാനല്ല പറഞ്ഞത്. ഇപ്പോൾ ടി വി, സീരിയലും ഇല്ല, സിനിമയിലെ കളിയും കണ്ടുകൊണ്ടിരിക്കും. ശിവരാത്രി ഉറക്കൊഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ട്. അപ്പോൾ ഉറക്കൊഴിച്ചിലെ മാച്ച് കണ്ടുപോയി. ഇതന്നെ ശിവരാത്രിക്ക് ഉറക്കൊഴിയുന്നത് എന്തിനാണ്? ഉറക്കൊഴിയുക എന്നുള്ള ശാരീരികമായിട്ട് ചെയ്യുന്ന ക്രിയയല്ല. അന്ന് ബ്രഹ്മതത്വത്തിലേക്ക് മനസ്സ് ലയിച്ചിരിക്കണം. ധ്യാനവും ജപമായിട്ട് കഴിയണം. അതാണ് ഉറക്കൊഴിച്ചിൽ. ഇല്ലെങ്കിൽ എന്താണ്? നമ്മൾ വിഷയത്തിലാണ് ഇരിക്കുന്നത്, അജ്ഞാനത്തിൽ. അപ്പം ജ്ഞാനി എപ്പോഴും ജ്ഞാനത്തിലാണ്, ആത്മജ്ഞാനത്തിലാണ്. സാധാരണ മനുഷ്യർ ആത്മജ്ഞാനത്തിലല്ല, വിഷയത്തിലാണ്. അതുകൊണ്ടാണ് അവർ രാത്രി, അവർക്ക് എന്താണോ രാത്രി അത് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പകലാണ്. ജ്ഞാനി ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ്, ഉണർന്നിരിക്കണം, ബ്രഹ്മത്തിൽ ഉണർന്നിരിക്കുന്ന ആളാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. സർവ്വജീവികൾക്കും യാതൊന്ന് രാത്രിയാണോ ബ്രഹ്മം, അജ്ഞാനമാണോ ആ അജ്ഞാനം നമ്മളെപ്പോലുള്ളവർക്ക്. നമുക്കിപ്പോഴും ദൈവം എന്ന് പറഞ്ഞ വിഗ്രഹമാണ്, അല്ലെങ്കിൽ ഫോട്ടോയിലുള്ള ഗുരുവായൂരപ്പനാണ്. നമ്മൾ രാവിലെ വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലിയിട്ട് വരും. വിശ്വം വിഷ്ണു വഷത്കാരോ പറയും. വിശ്വമായി കാണപ്പെടുന്നൊക്കെ വിഷ്ണു തന്നെയാണ് പറയും. എത്രയൊക്കെ ഇതുവരെ ബോധിച്ചിട്ടുണ്ട്? നമ്മൾ വളരെ മെക്കാനിക്കലി അത് ചൊല്ലിയിട്ട് കണ്ടുവരും. അങ്ങനെ ചൊല്ലിയിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ മന്ത്രവും എടുത്ത് പഠിക്കണം. വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമത്തിലൊക്കെ ഓരോ മന്ത്രവും ഓരോ ഉപനിഷത്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ലളിത സഹസ്രനാമം ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. കൊറോണ സമയത്ത് നിന്നുപോയി. ഓരോ മന്ത്രവും അപ്പോൾ വായിക്കുന്നവർ അന്നേരം അറിയണ്ടോ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു മന്ത്രത്തിന് ഇത്രയൊക്കെ അർത്ഥമുണ്ടോ. ഓം ശ്രീ മാത്രേ മാത്ര ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ആളല്ലേ മാത്രേ, ആ മാത്രയല്ല, ഈ മാത്രേ വേറെ മാതാവ്. ഈ സൃഷ്ടി എന്തിൽ നിന്ന് ഉത്ഭവിച്ചു? അതാണ് ബ്രഹ്മം, ദേവി. അപ്പോൾ പിന്നെ ദേവിയുടെ ആ രൂപം പോയി. ഫസ്റ്റ് മന്ത്രത്തെ തന്നെ പറഞ്ഞു എന്താണോ ഇതിനെ പരിപാലിച്ച് നിർത്തുന്നത്, മഹാരാജ്ഞി പരിപാലിച്ച് നിർത്തുന്ന ആൾ.
സിംഹാസനത്തിലിരിക്കുന്ന ആൾ, അധികാരമുള്ളത്, ഇതിനൊക്കെ അധികാരം. ഇതൊക്കെയാണ് ദേവി. അതേ കാര്യം വിഷ്ണു സഹസ്രനാമത്തിൽ കാണാം. അപ്പോൾ ഈ രണ്ട് സഹസ്രനാമത്തിൻ്റെയും വ്യാഖ്യാനം ഒക്കെ എടുത്തു വെച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇതൊക്കെ ഒന്നാണ്. ഒരേ ഒരു തത്വത്തിനെ പല വിധത്തിൽ പറഞ്ഞു. ഗണപതി അതോടെ ശേഷം ആകെ 10 മന്ത്രമുള്ളൂ, അത് മതി. അതിലെല്ലാം ഉണ്ട്, ഈ പറഞ്ഞത് മുഴുവൻ അതിനകത്തുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ചൊല്ലിപ്പോവും, അറിയാൻ ശ്രമിക്കാറില്ല. ഏതെങ്കിലുമൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കും. എത്ര പ്രാവശ്യം ഇവിടെ നാരായണീയം, മിക്കവാറും ഞായറാഴ്ചകളിൽ നാരായണീയമുണ്ട്. ഈ നാരായണി എത്ര ആൾക്കാരുണ്ട് ആഴത്തിലൊന്ന് പഠിക്കാൻ ശ്രമിച്ചു, ചൊല്ലാൻ പഠിച്ചിട്ടുണ്ട്. അതില്ലാന്നും പറയില്ല, അത് മോശമാണെന്നും പറയില്ല. ചൊല്ലുന്നതോടൊപ്പം എന്താണ് ഞാൻ ഈ ചൊല്ലുന്നത്, ആരെക്കുറിച്ചാണ്, നാരായണനെ കുറിച്ച് ചൊല്ലുന്നത്, ആരാണ് ഈ നാരായണൻ, അതും കൂടി അറിയാൻ ശ്രമിക്കണ്ടേ, അപ്പോഴേ നമ്മൾ എത്തുള്ളൂ. ഇപ്പോൾ ഭാഗവതം എത്ര സപ്താഹം നമ്മൾ കേട്ടു, എത്ര പ്രാവശ്യം, 20-25 പ്രാവശ്യം കേട്ടവരൊക്കെ ഉണ്ട്. പരീക്ഷയിൽ ഒരു പ്രാവശ്യമേ കേട്ടുള്ളൂ. കേൾക്കേണ്ട പോലെ കേട്ടപ്പോൾ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. പക്ഷെ നമ്മൾ കഥ കേട്ടോണ്ടിരിക്കും. അപ്പം ഇനിയെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് ആധ്യാത്മിക ജ്ഞാനം ലഭിക്കണം, ഇല്ലെങ്കിൽ എന്നിലെ അജ്ഞാനം മാറണം എന്ന് നമ്മൾ ഗൗരവപൂർവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വായിക്കുന്നതോടൊപ്പം ഇല്ലെങ്കിൽ കേൾക്കുന്നതോടൊപ്പം തത്വത്തിലേക്കും കൂടി ഇറങ്ങണം. എന്നാലേ ഒരുപാട് അറിവില്ലായ്മ മാറുള്ളൂ. ഇപ്പോഴും നമുക്ക് സംശയമാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ അമ്പലത്തിൽ താഴെ ഇരിക്കുമ്പോൾ നമുക്കിപ്പോഴും ഉണ്ട് ഈ ഡൗട്ട്, എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, രാവിലെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, വൈകുന്നേരം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അവിടെ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് തിരിഞ്ഞിരിക്കരുത് കേട്ടോ. ചില സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞിരുന്നതിൻ്റെ ബാക്കിൽ ഗുരുവായൂരപ്പൻ, എന്നാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ അവിടെ ഗുരുവായൂരപ്പനാണ്. എന്ത് കുട്ടി, അപ്പോൾ ഇത് രണ്ടും ഗുരുവായൂരപ്പില്ലാത്തടത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ ഗുരുവായൂരപ്പനില്ലേ? സർവ്വവ്യാപിയാണ് ഗുരുവായൂരപ്പൻ. എവിടെ ഗുരുവായൂരപ്പൻ ഇല്ലാത്തത്? നമ്മൾ ഗുരുവായൂരപ്പൻ അകത്താണ് ഇരിക്കുന്നത്. അത് കാരണം നമുക്ക് ഗുരുവായൂരപ്പൻ അറിയില്ല. ഇപ്പം നമ്മളൊരു ഗുഹയ്ക്ക് അകത്ത് കയറിയെന്ന് വിചാരിക്കുക, നമുക്ക് ഒരിക്കലും ഗുഹ കാണാൻ പറ്റില്ല. ഗുഹയ്ക്ക് അകത്തുള്ള ചുമരേ നമ്മൾ കാണുള്ളൂ. നമ്മൾ ഗുഹയ്ക്ക് അകത്താണെന്ന് പറയണമെങ്കിൽ ഗുഹേൻ്റെ പുറത്തിറങ്ങണം. ഇല്ല, ഇപ്പം നമ്മളൊരു വീടിനകത്ത്, ഇപ്പോൾ ഈ അമ്പലത്തിനകത്ത് നമ്മൾ ഈ ഹാളിലിരിക്കണം. നമ്മൾ ഈ ഹാളിനകത്തിട്ട് നമ്മൾ ഹാളിനകത്താണ്, നമ്മളിത് മാത്രമേ കാണുള്ളൂ. ഈ ബിൽഡിങ് കാണണമെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പുറത്ത് പോകണം, അപ്പോഴേ ഞാൻ അതിനകത്തായിരുന്നു എന്ന് അറിയുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ പുറത്ത് പോകാൻ പറ്റും ആർക്കെങ്കിലും? പറ്റില്ല. നമ്മൾ അറിവിൻ്റെ കണ്ണിലൂടെ കണ്ടാൽ തന്നെ അത് പറ്റുള്ളൂ. ഗുരുവായൂരപ്പനകത്തുള്ളവരൊക്കെ ഗുരുവായൂരപ്പൻ്റെ അംശമാണ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കണ സമയത്ത് ഒരു വെണ്ടയ്ക്ക കഷ്ണം വിഴുങ്ങിപ്പോയി നിൽക്കാം. വെണ്ടയ്ക്ക കഷ്ണം ഭക്തൻ, ഞാൻ ഭഗവാനാണ്. വെണ്ടയ്ക്ക കഷ്ണം വയറിനകത്ത് പോയിട്ട് ഞാൻ കിഴക്കോട്ട് തിരിയണോ വടക്കോട്ട് തിരിയണോ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വിഡ്ഢിത്താണ്. അത് എങ്ങോട്ട് തിരിഞ്ഞാലും എൻ്റെ ഉള്ളിലല്ലേ. വെണ്ടയ്ക്ക കഷ്ണത്തിനൊരു സുപ്രഭാതത്തിൽ ബോധം വരികയാണ്, ഞാൻ എവിടെ തിരിഞ്ഞാലും ഈ വയറിൻ്റെ ഉള്ളിലാണുള്ളത്. എന്താ പ്രശ്നം? പ്രശ്നം കഴിഞ്ഞു. അറിവിൻ്റെ വെളിച്ചത്തിൽ വേണം ജീവിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ അജ്ഞാനമൊക്കെ മാറിക്കിട്ടണം നമുക്ക്, ഇല്ലെങ്കിൽ നമ്മളിതിൽ കുടുങ്ങും. നമുക്ക് പേടിയാണ്, തെക്കോട്ട് തിരിഞ്ഞ് വിളക്ക് എത്തിക്കാൻ പേടി, വടക്കോട്ട് തിരിഞ്ഞ് വിളക്ക് എത്തിക്കാൻ പേടി. മലയാളികളുണ്ടാക്കി വെക്കുന്ന പ്രശ്നം ഈ നിലവിളക്ക് മലയാളികൾക്കുള്ളൂ. അല്ലാത്തടത്തൊക്കെ ഒറ്റത്തിരിയാണ്, നടുക്ക് ഒറ്റത്തിരിയാണ്. ഇതിനെങ്ങോട്ട് തിരിച്ചു വെക്കും? അപ്പോൾ അവിടെ വരുന്ന ദൈവം, കിഴക്കോട്ട് തിരിയിട്ടില്ലല്ലേ, ഞാൻ ശരിയാക്കി തരാം, ഇങ്ങനെ ഏതെങ്കിലും ദൈവം പറയും. മാറ്റണം, നമ്മൾ അറിവില്ലായ്മകളൊക്കെ മാറ്റണം. ഇതിലൊക്കെ നമ്മൾ ദൈവത്തിനെ നമ്മൾ ശത്രുവാക്കി മാറ്റുക. ദൈവം ഒരിക്കലും ശത്രുവല്ല, പരമപ്രേമ സ്വരൂപം, പരമകാരുണ്യമൂർത്തി എന്നൊക്കെ പറയാം. ഈ ദൈവം എപ്പോഴെങ്കിലും നമ്മളെ ശപിക്കുമോ? ദൈവത്തിൻ്റെ ഭാഗമല്ല നമ്മൾ. ദൈവം നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ദൈവം സ്വയം ഉപദ്രവിക്കണ പോലെയല്ലേ. ദൈവത്തിന് എപ്പോഴും നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന ഇഷ്ടം. നമ്മൾ ദുഃഖം ഉണ്ടെങ്കിൽ ദൈവം ദുഃഖം മാറാനുള്ള വഴി പറഞ്ഞിരുന്നത്. ഇതുപോലെ നമ്മളത് കേൾക്കാൻ തയ്യാറല്ല. എന്താ ചെയ്യുക? 21-ാം നൂറ്റാണ്ടിൽ ഭഗവത്ഗീത കേൾക്കാൻ നടക്കും. ഞാൻ ചോദിച്ച ചോദ്യമാണത്. ചിന്മയാനന്ദ സ്വാമിയുടെ ജ്ഞാനയജ്ഞം നടക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കുമ്പോൾ ചിന്മയാനന്ദ സ്വാമി 20-ാം നൂറ്റാണ്ട് ഭഗവത്ഗീത കേൾക്കാൻ പോകും. ഇങ്ങനെ ഇപ്പം സ്വാമിയുടെ വ്യാഖ്യാനം എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അറിവില്ലായ്മ. അന്ന് ഞാനത് നേരിട്ട് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നാവുമായിരുന്നു. ഞാൻ നഷ്ടപ്പെടുത്തി എൻ്റെ അറിവില്ലായ്മ, അഹങ്കാരം. ഇപ്പോൾ സ്വാമിയുടെ യൂട്യൂബും ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പഠിക്കണം. അന്ന് നേരിട്ട് കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ കിട്ടുന്ന അവസരം നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ എപ്പോഴും വേണ്ടതാണ്. ഇവിടെ ഭഗവാൻ പറയുന്നു, ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്ന മുനി എപ്പോഴും ആ ആത്മതത്വത്തിൽ ഉണർന്നിരിക്കുന്നു,
സാധാരണ മനുഷ്യർക്ക് ആ ആത്മതത്വം അറിയില്ല. അതുകൊണ്ട് അവരെപ്പോഴും അജ്ഞാനത്തിലാണ്. നമ്മൾ എന്തിലാണോ ഉണർന്നിരിക്കുന്നത്, നമ്മൾ വിഷയങ്ങളിലാണ് ഉണർന്നിരിക്കുന്നത്, അത് മുനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനമാണ്. മുനിക്ക് അതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. മുപ്പര അതിനെക്കുറിച്ച് ബോധവാനമല്ല. മുപ്പര ആ വിഷയങ്ങളെ കാണുമ്പോൾ പോലും ഈശ്വരനാണ് അവർക്ക്. അപ്പോൾ അമ്മയുടെ അടുത്ത് ദർശനത്തിനൊക്കെ പോകുന്നവർക്ക് അറിയാം. അമ്മയുടെ അടുത്ത് ചിലർ പെന്ന്, പെൻസില്, ബുക്ക്, ഇല്ലെങ്കിൽ പശു, പൂച്ച, നായ ഓരോന്നിനും കൊണ്ടുവരും ദർശനത്തിന്. ഇതിനൊക്കെ അമ്മയുടെ അടുത്തുനിന്ന് ദർശനം കിട്ടും. അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിക്കും, എന്തിനാ ഈ പശുവിനെ ഇല്ലെങ്കിൽ ഈ കടലാസിനെ തൊട്ട് തൊഴുന്നത്, എന്തിനാ പെൻസിലിനെ തൊട്ട് തൊഴുന്നത്? അമ്മ പറയും, അതൊക്കെ ഈശ്വര ചൈതന്യമാണ്. അത് ജ്ഞാനിയുടെ തലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കടലാസും പെൻസിലും കാര്യങ്ങളൊക്കെയാണ്. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈശ്വര ചൈതന്യം മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ അവിടെ ആശ്രമത്തിൽ പോകുന്നവർക്ക് അറിയാം, അമ്മയുടെ ആരതി സമയത്ത് ഒരു നായ കയറി വരും സ്റ്റേജിൽ. ആരെയും ലൈവ് കണ്ടവർക്കറിയാം. എല്ലാ ആരതിക്കും ആ നായ കയറി വരും. അപ്പോൾ അതിനെ നോക്കാൻ ഒരു ബ്രഹ്മചാരി, ഒരു സ്വാമിയുടെ ഡ്യൂട്ടി ആ നായയെ നോക്കലാണ്. അപ്പോൾ അതിനെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത്, തുമ്പൻ എന്നതിൻ്റെ പേര്. അപ്പോൾ ഈ തുമ്പപ്പം ഒരു 2-3 ദിവസം മുന്നേ കഴിഞ്ഞു, മൂപ്പര ജീവിതം കഴിഞ്ഞു. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പം അമ്മ പറഞ്ഞു, അതും ഈശ്വര രൂപമാണ്. എന്തു പോയാലും അങ്ങനെയാണ്. ജ്ഞാനികൾ അങ്ങനെ കാണുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ്. നമ്മളിപ്പം മനുഷ്യർ തമ്മിൽ ഒരേപോലെ മനുഷ്യരാണ് നമ്മൾ പറയുന്നുണ്ടാവും. ഇല്ല, ഇപ്പോഴും നമ്മൾ ജാതിയിൽ വ്യത്യസ്തരാണ്. നമ്മളെ അറിവില്ലായ്മ, നായർ വേറെ, കിഴവർ വേറെ, വാര്യർ വേറെ, മേനോൻ വേറെ, അല്ല എന്തൊക്കെ ജാതി ഒരുപാടുണ്ട്. ഇനിയിപ്പം മറ്റന്നാൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രഭാഷണം ഇവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രഭാഷണം നാരായണ ഗുരുവിൻ്റെ കൃതികൾ എടുത്ത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ജാതി വ്യത്യാസമൊന്നും അവരെ മനസ്സിൽ വരാൻ പാടില്ല. ഏത് ആൾക്കാരാണെങ്കിലും. ഇപ്പം ഫോറിനേഴ്സൊക്കെ ഇഷ്ടംപോലെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിന് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഗുരുവാക്കി വെച്ചവരുണ്ട്. അതിൻ്റെ അർത്ഥം അവർ നാരായണ ഗുരുവിനെ പഠിച്ചിട്ടില്ല. ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനം ഇനി വരാൻ പോകുന്നുണ്ട്. അവിടെയുണ്ട് പ്രഭാഷണമൊക്കെ. ചട്ടമ്പിസ്വാമി ഒരു ഗുരുവിൻ്റെ എന്താ പറയുക, ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഗുരുവാക്കി വെച്ചിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെങ്കിലും ഒന്ന് പഠിക്കണ്ടേ? അതുമില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. ഇവർ നമ്മൾ ഓരോ ഗുരു വന്നിട്ടും നമ്മളുടെ ഉള്ളിലുള്ള ഈ ഭിന്നതകൾ മാറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. തത്വങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഗുരുവിൻ്റെ പേരിൽ യുദ്ധമാണ്. ഗുരു വലിയ വിഡ്ഢിത്തങ്ങളെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പാടില്ല. ഇത് ഗുരു സാക്ഷാൽ പരബ്രഹ്മ എന്ന് പറയും. നമ്മളിതൊക്കെ ഓർമ്മിക്കണം. എന്നെ ഒരു കമ്മ്യൂണിറ്റിനുള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ടല്ല. എന്നെ എന്തെല്ലാം പരിമിതികൾ ബാധിച്ചിട്ടുണ്ടോ ആ പരിമിതിയിൽ നിന്നൊക്കെ എന്നെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഗുരു വന്നിരിക്കുന്നത്. ഏത് ഗുരുവാണ് അത്? നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആരൊക്കെയാണ്. ചിലർക്ക് ഭക്തിയാണ് ഇഷ്ടമെങ്കിൽ ആ വിധത്തിലുള്ള ഗുരു, ജ്ഞാനമാണോ ഇഷ്ടം ആ വിധത്തിലുള്ള ഗുരു, കർമ്മമാണോ ഇഷ്ടം ആ വിധത്തിലുള്ള ഗുരു. ഇതെല്ലാം കൂടി യോജിപ്പിക്കുന്ന ഗുരു ഉണ്ടോ? അങ്ങനെയാവാം. ധ്യാനമാണെങ്കിൽ അങ്ങനെ അല്ലേ. ഇപ്പോൾ കുറേ ആൾക്കാർ ബ്രഹ്മകുമാരീസ് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ഇസ്കോണിൽ പോകുന്നുണ്ട്, ഒരാൾ ചിന്മയ മിഷനിൽ പോകുന്നുണ്ട്, പലരും പല സ്ഥലത്ത് പോകുന്നുണ്ട്. എവിടെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ ലക്ഷ്യം എന്താണ്? ഈ വക പരിമിതി എന്നൊക്കെ പുറത്തു വരും, ആത്മബോധത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഈ മുനി ജ്ഞാനിമാർ എന്തിലാണോ ഉണർന്നിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഉണരണം. എൻ്റെ അറിവില്ലായ്മയിൽ നിന്ന് ഞാൻ ഉണരണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കഠോപനിഷത്തിലെ മന്ത്രം ഇന്നലെ ക്ലാസ് എടുത്തു. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. എഴുന്നേൽക്കൂ, ഉണരൂ. അവിടെയും പറയുന്നുണ്ട് ഉണരൂ. അമ്മയുടെ പുസ്തകത്തിന് ഉണരുവിൻ മക്കളെ, അജ്ഞാനത്തിൽ നിന്ന് ഉണരാൻ. ഇപ്പം നമ്മളിതൊക്കെ പഠിക്കുന്നത് ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങാനല്ല, ഉണരാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ആയതുകൊണ്ട് ഉറങ്ങാതിരിക്കണേ. ചില ക്ലാസ്സിൽ കസാരയൊക്കെ ചാരിരുന്ന നല്ല ഡെസ്കും ബെഞ്ചുകളാണെങ്കിൽ നമ്മൾ ഭഗവത്ഗീത തുടങ്ങി ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വിളിക്കും, സാറ് വരൂ, സാറിന് ഉറക്കം തൂങ്ങും. നമുക്കിതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട്. താല്പര്യമുള്ള വിഷയമാണ് നമുക്ക് ഉറക്കം തോന്നില്ല. നമ്മളെപ്പോഴും ഓർമ്മിക്കണം ഇത്. ഞാൻ എന്തിലേക്കാണ് ഉണരേണ്ടത്, ഞാൻ എന്തിലേക്കാണ് ഉണരേണ്ടത്. ഉണരുക എന്നുള്ളത് എല്ലാ ഗുരുവും പറയുന്നൊരു വാക്കാണ്. ഉണരൂ, ഉണരൂ. ഇപ്പം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പം സ്വപ്ന ലോകത്തിലാണ്. സ്വപ്നം മുഴുവൻ നമുക്ക് അന്നേരം സത്യമായിട്ടാണ് തോന്നാം. നമുക്ക് ഈ ലോകത്തിനെ കുറിച്ചിട്ട് ഒരു ബോധവുമില്ല നേരം. അപ്പം സ്വപ്നത്തിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാലോ നമ്മൾ ആൾ മാറി. സ്വപ്നം കണ്ട ആളല്ല ഉണർന്ന ആൾ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ നമ്മൾ ഞാൻ എന്നുള്ള വേറൊരു ബോധത്തിലേക്ക് മാറി. സ്വപ്ന ലോകം മായ, അത് മാറി. ഇപ്പം നമ്മൾ ഇതിലാണ് ഉണർന്നിരിക്കുന്നത്.
ഇത് സത്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സ്വപ്നം കാണുമ്പോൾ അതെങ്ങനെ സത്യമായിട്ട് തോന്നിയോ അതുപോലെ ഇപ്പം നമുക്ക് ഈ ലോകം സത്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ എന്ത് വേണം? ഇതൊന്ന് ഉണരണം. എന്താണ് ഞാൻ കാണുന്നത്? അപ്പോഴേ മാറുള്ളൂ. അതാണ് ഈ ഉണർവ്. ശിവരാത്രിയുടെ ഉണർവും ഉറക്കൊഴിച്ചിലും ഒക്കെ ഇത് ഓർമ്മിപ്പിക്കാനാണ്. ആത്മബോധത്തിലേക്ക് ഉണർന്നിരിക്കൂ. 70ാമത്തെ ശ്ലോകം. ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കട്ടെ. 26 ഇന്നത് തീർക്കാം നമുക്ക്. ആപൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമീ. എല്ലാ വശത്തു നിന്നും ജലം വന്നു നിറയുമ്പോഴും അക്ഷോഭ്യമായിരിക്കുന്ന സമുദ്രത്തിലേക്ക് ജലം പ്രവേശിക്കുന്നത് പോലെ ആരിലാണോ സകല കാമങ്ങളും പ്രവേശിക്കുമ്പോഴും മനസ്സ് അക്ഷോഭ്യമായിരിക്കുന്നത് അവൻ ശാന്തിയെ പ്രാപിക്കും. വിഷയാസക്തൻ ശാന്തി അടയുന്നില്ല. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു കടലിലേക്ക് എല്ലാ നദിയിൽ നിന്നുമുള്ള വെള്ളം വന്നു ചേരുന്നത് ഒരു കടലിലേക്ക്. പക്ഷേ കടലിന് അതിന് ഏറ്റവുമില്ല കുറച്ചില്ല. വേലിയേറ്റം വേലിയിറക്കത്തിൻ്റെ കാര്യമില്ല. ഇത്രയും വെള്ളം വന്നു ചേർന്നാലും കടലായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ ഈ വിഷയത്തിന് ആസക്തനാവുന്നില്ല പറഞ്ഞു. പക്ഷെ ജീവിക്കണ്ടേ? ഞാനിക്ക് ഈ ശരീരം നിലനിർത്തണം. ഈ ലോകത്ത് വ്യവഹരിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, വസ്ത്രം എടുക്കണം, എല്ലാം ഉണ്ട്. സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കണം. പക്ഷെ വ്യത്യാസം എന്താണ്? ഈ വക വിഷയാനുഭവങ്ങളൊക്കെ വരുമ്പോഴും ആൾ സ്റ്റഡിയാണ്. ആൾക്ക് മാറ്റില്ല. അക്ഷോഭ്യനായിട്ടിരിക്കുന്നത്. നമ്മളാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ടെൻഷനായി. പറഞ്ഞു തോന്നിയാൽ മതി, പറയും വേണ്ട. എന്നെ കണ്ടിട്ട് മിണ്ടാതെ പോയല്ലോ, കഴിഞ്ഞു അന്നത്തെ ദിവസം. നമ്മൾ വിഷയികളാണ്. സംസാര ദുഃഖം. നമുക്ക് നമ്മളെ സ്വയം അവലോകനം ചെയ്താൽ അറിയാം ഞാൻ ഏത് തലത്തിലാണ്. ഞാൻ ജ്ഞാനിയായോ അജ്ഞാനിയായോ? എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ ടെൻഷനുണ്ട്, ഓരോന്ന് കേൾക്കുമ്പോൾ ഞാൻ വിഷമിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ തലത്തിലേക്ക് ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കെപ്പോഴും ജ്ഞാനികൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ. ഇപ്പോൾ തൈത്തിരി ഉപനിഷത്ത് പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ഇങ്ങനത്തെ അവസരങ്ങളിൽ ജ്ഞാനികൾ എന്ത് ചെയ്തുവോ അതിനെ അനുകരിക്കും, അതുപോലെ തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജ്ഞാനികളായവരട്ടെ, വേഷം കെട്ടിയവരെ കുറിച്ചല്ല പറയുന്നത്, ജ്ഞാനികളായവർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതികരണം വന്നത്, ഇപ്പോൾ ഒരാൾ കുറേ കുറ്റം പറഞ്ഞു, ഇല്ലെങ്കിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, അപ്പോൾ അവരത് എങ്ങനെ ആ സമയത്ത് പ്രതികരിച്ചു. ബുദ്ധനൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയാം. നേരം ബുദ്ധനും ശിഷ്യന്മാരും പോകുമ്പോൾ ഒരാൾ വന്നിട്ട് കുറേ തെറി വിളിച്ചത്ര, ഭയങ്കരമായിട്ട് തെറി വിളിച്ചു. ബുദ്ധനൊന്നും കേൾക്കാത്ത പോലെ അങ്ങ് നടന്നുപോയി. അപ്പോൾ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു എന്നാലും അതത്ര മോശമായി പോയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ബുദ്ധൻ ചോദിച്ചാൽ എന്ത് പറ്റിയേ? ഇത്രയൊക്കെ തെറി വിളിച്ചിട്ട് അങ്ങൊന്നും മിണ്ടാതെ നടന്നു പോകുന്നു. അപ്പം ബുദ്ധൻ തിരിച്ചു ചോദിച്ചു ഞാൻ നിനക്കൊരു കാര്യം തന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, നിൻ്റെ കയ്യിലിരുന്നു, നീ അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പോൾ അത് ആരുടെ കയ്യിലിരിക്കും? അത് അങ്ങയുടെ കയ്യിലിരിക്കും. അത്രേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അവൻ വാരിക്കോരി തന്നു, ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല, കഴിഞ്ഞു. അത് അയാളെ കയ്യിലിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം. എപ്പോഴും നമ്മളവിടെ ഓരോ കമ്മിറ്റിക്ക് പോകുമ്പോഴോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അയാളെ മനസ്സ് കണ്ടത് അയാൾ പറഞ്ഞു. തെറ്റ് തിരുത്താൻ പറ്റുന്നിടത്താണ് നമുക്ക് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റേണ്ടത് റെസ്പോണ്ട് ചെയ്യാം, റിയാക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇവിടെ ആലോചിക്കാം, ഞാൻ അക്ഷോഭ്യനായിട്ടിരിക്കുന്നുണ്ടോ ശോഭിക്കുന്നുണ്ടോ? ശോഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായിട്ടില്ല, ശരിയാവാനുണ്ട് എന്നാണ്. അക്ഷോഭ്യനാവുന്നുണ്ടെങ്കിൽ നമ്മൾ കുറേശ്ശെ ഒരു ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഹനുമാൻ നഗറിൽ ഒരാൾ, പുള്ളി വലിയ ഈശ്വരവിശ്വാസമൊന്നും ഇല്ലായിരുന്നു, എക്സ് സർവീസാണ് ആൾ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പുള്ളി ആശ്രമത്തിൽ വരാൻ തുടങ്ങി ഞങ്ങളുടെ കൂടെ. പിന്നെ സ്ഥിരം ആശ്രമത്തിലെ ആളായി, അവിടുത്തെ സേവനം ചെയ്യാൻ തുടങ്ങി. ആൾ പതുക്കെ മാറി. ആരും ഒന്നും പറഞ്ഞില്ലേ, പുള്ളിക്ക് സ്വയം ഒരു മാറ്റം വന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇപ്പം എങ്ങനെ തോന്നുന്നു? അവരുടെ വർത്തമാനത്തിൽ ഇങ്ങനെ ചോദിച്ചു, ഇപ്പം എന്ത് തോന്നുന്നു? അതെന്തൊക്കെ പറഞ്ഞാലും ഘോഷ അമ്മയുണ്ടല്ലോ, അതിലൊരു പിടുത്തമുണ്ട്. അപ്പോൾ എനിക്ക് പഴയ പോലെ ഒരു ടെൻഷൻ തോന്നാറില്ല. ഇതാണ് ആളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുള്ളി അതിങ്ങനെ മാറി വന്നു. എന്തൊക്കെ സംഭവിച്ചാലും അമ്മയുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഒരു ഇളക്കം. പണ്ടത്തെ പോലെ, പണ്ടൊക്കെ ഭയങ്കര ചൂടനാൾ, ചാടി കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്.
അയാൾ കുറച്ച് കാലം കൊണ്ട് ഒരു 1.5-2 വർഷം കൊണ്ട് സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ കണ്ടപ്പോൾ മാറ്റം. ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്തില്ല. അപ്പം പറഞ്ഞതാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും അമ്മയുണ്ടല്ലോ ഒരു സമാധാനം. അപ്പോൾ വ്യത്യാസം വരാൻ തുടങ്ങി. അയാൾ ജീവിതാനുഭവങ്ങളെ നേരിടാൻ തുടങ്ങി. ഈ ഒരു കാര്യം നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പുണ്ടല്ലോ, ഇല്ലേ ഗണപതി ഉണ്ടല്ലോ, നമുക്കൊരു സമാധാനം ഉണ്ട് അവിടെ, ഇല്ല തൽക്കാലമായിട്ടെങ്കിലും. പിന്നെ നമ്മൾ ഗുരുവായൂരപ്പനെ വിടും, വീണ്ടും നമ്മൾ അതിനെ കയറി പിടിക്കും. എല്ലാം വിഷയം വരണം. ഒക്കെ ഗുരുവായൂരപ്പൻ നോക്കും പറഞ്ഞ് മിണ്ടാതിരിക്കരുത്. ഗുരുവായൂരപ്പന് ശക്തി എടുക്കാം. പ്രശ്നത്തിനെ നമ്മൾ തന്നെ സോൾവ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇപ്പോൾ അർജുനോട് ശ്രീകൃഷ്ണൻ പറയായിരുന്നു, നീ മിണ്ടാതിരുന്ന അർജുന ഞാൻ ശരിയാക്കി തരാം. കഴിഞ്ഞു. യുദ്ധം ഓൺ ദ സ്പോട്ട് തീർക്കുകയായിരുന്നു. മൂപ്പരത് ചെയ്തില്ല. അർജുന നീ യുദ്ധം ചെയ്യുക, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കർമ്മം നമ്മൾ ചെയ്യണം. എന്തായാലും കർമ്മം ചെയ്യാനാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ ഓർമ്മിക്കാനുണ്ട്. ഇതൊക്കെ ഓർമ്മിച്ച് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവും. മനസ്സ് ശാന്തമാവുമ്പോഴേ ആത്മബോധത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. ഇല്ലെങ്കിലോ അയാൾക്കൊരിക്കലും ശാന്തിയില്ല. വിഹായ കാമാൻ യസ്സർവാൻ പുമാംശ്ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സശാന്തിമധിഗച്ഛതി. നിർമ്മമോ നിരഹങ്കാരഃ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. അതാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. സകല ആധ്യാത്മിക സാധനയുടെയും ലക്ഷ്യം നിർമ്മമത. മമത, അഹങ്കാരം, ഇത് രണ്ടും ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റേത്, അതാണ് പറയാനേറ്റവും. നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ 2 വാക്കിൽ നിൽക്കും. ഞാൻ എൻ്റേത്. ഇത് രണ്ടും അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനിലെത്തി. ഇത് മാറ്റാൻ പറ്റില്ല. അതാണ് പ്രശ്നം. നമ്മൾ രാവിലെ കണ്ണ് തുറന്ന ഉടനെ തന്നെ ഞാൻ, ദേഹത്തിനെ കുറിച്ച് ആദ്യത്തെ ഓർക്കും. ദേഹം ഞാനാണ്. ദേഹം ഞാൻ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ ഭാഗമാണ്. ദേഹം ഞാൻ എന്നുള്ള ബോധത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കാണുന്നതൊക്കെ പിന്നെ സത്യം, പിന്നെ ലോകം, പിന്നെ നമ്മൾ കുടുങ്ങി. ആദ്യം ദേഹത്തിനേക്കാളും മുന്നേ ദേഹത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവിനെ കുറിച്ചൊരു ഓർമ്മ വരണം. ഈ ദേഹം ചൈതന്യവത്താക്കുന്ന ഒരു ചൈതന്യം ഉള്ളിലുണ്ട്. ഞാൻ അതാണ്. അതുള്ളത് കാരണം ദേഹമുണ്ട്. ദേഹം എന്നതൊരു അനുഭവം മാത്രമാണ്. ദേഹം സത്യമല്ല. ഒരിക്കലും ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, രസകരമായ ഒരു സംഭവമാണ്. ഒരു നദിക്കരയിൽ നിന്നിട്ട് നദി കാണുന്നത് പോലെയാണ് ദേഹം. നമ്മളൊരിക്കലും ഒരു നദിയെ 2 പ്രാവശ്യം കാണില്ല. ഒരു പ്രാവശ്യം കണ്ട് അടുത്ത കണ്ണ് തുറക്കുമ്പോഴേക്കും അത്രയും വെള്ളം ഒലിച്ചുപോയി. നമ്മൾ കണ്ട സ്ഥലത്ത് പുതിയ വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഒരു നദിയെ 2 പ്രാവശ്യം കാണാൻ പറ്റില്ല. എപ്പോഴും പുതിയ നദി. നിരന്തരമായ പ്രവാഹം. നിരന്തരമായ പ്രവാഹം ഉള്ളത് കാരണം അത് സ്ഥിരമായിട്ട് നമുക്ക് തോന്നണം. നദി ഉള്ളതായിട്ട് തോന്നുന്നു. ഇല്ല, ഇപ്പം സിനിമ കാണുമ്പോഴങ്ങനല്ലേ, നിരന്തരമായിട്ട് ഫിലിം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക സ്പീഡിൽ. അല്ല, ഒരു സെക്കൻഡിൽ 20 ഫ്രെയിം അങ്ങനെ എന്തോ ഒരു കണക്കൊക്കെ ഉണ്ട്. അതിന് 20, 20, 24 ഫ്രെയിം എന്തോ. അപ്പോൾ നമുക്കത് അവിടെ ഉള്ളതായിട്ട് തോന്നും. ഇനി ശരീരത്തിൻ്റെ കാര്യം എടുക്കാം. ശരീരം നമുക്കറിയാം, ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരീരത്തിലെ ഓരോ കോശത്തിനും ആയുസ്സുണ്ട് എന്ന് പറഞ്ഞാൽ ആ കോശത്തിന് അനുവദിച്ച സമയമാകുമ്പം ആ കോശം നശിക്കും. അതിനനുസരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെ, പുതിയ കോശങ്ങൾ ക്രമാതീതമായിട്ട് വളരുമ്പോൾ നമ്മൾ ക്യാൻസർ പറയും. അത് സൂക്കറായിട്ട് വരും. അത് വളർച്ചയാണ്. പക്ഷേ ആരോഗ്യത്തിന് ഹാനികരമായപ്പോൾ അത് നമ്മൾ അസുഖമാക്കി മാറ്റി. അപ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പഴയ കോശങ്ങൾ ഒഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും. എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ നിരന്തരമായ പ്രവാഹമാണ്. കോശങ്ങളുടെ പ്രവാഹം. പക്ഷെ ഇത് നമുക്ക് സത്യമായിട്ട് തോന്നുന്നില്ലേ? ഇന്നലെ ഞാൻ കണ്ണാടി കണ്ട മുഖമല്ല ഞാൻ ഇന്ന് കാണുന്നത്. അതിന് എത്രയോ ഭാഗം പോയി, എത്രയോ ഭാഗം അവിടെ പുതിയത് വന്നു. ഇന്നലെ കണ്ട ഞാനില്ലെന്ന്. പക്ഷെ നമ്മളെന്താ പറയുക, ഞാൻ. ശരീരത്തിൽ ഓരോ പാർട്ടും 12 വർഷം കൊണ്ട് ശരീരം പൂർണ്ണമായിട്ട് മാറുന്നു എന്നാണ്. ഓരോ പിന്നെ നമ്മൾ ജനിക്കുമ്പോൾ ഒരു കോശം പോലും ശരീരത്തിലില്ല, ഒക്കെ പുതിയതായി. എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നു 12 വയസ്സ് കഴിയുമ്പോഴേക്കും ആ ശരീരം ടോട്ടലി പുതിയതാണ്. പിന്നെ അച്ഛൻ അമ്മ എന്നുള്ളത് നമ്മൾ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തരത്തിലുള്ള ബന്ധമാണ്. ഇത് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. മുത്തച്ഛൻ്റെ കത്തി പറയും, അങ്ങനെ ഒരു കഥയുണ്ട്, അറിയാമോ? പണ്ട് മുത്തച്ഛൻ മരിക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഓരോ സ്വത്തൊക്കെ വിഭജിച്ചു കൊടുത്തു. അപ്പം മുത്തച്ഛൻ പേരക്കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ട. അപ്പം മുത്തച്ഛൻ ഈ വെറ്റില അടയ്ക്കാൻ നോക്കണ ചെറിയ കത്തി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു.
അപ്പോൾ അത് ചെറിയ കുട്ടിക്ക് പേരക്കുട്ടിക്ക് കൊടുത്തു. ഈ കത്തി നീ എടുത്തോ, ഇനി എനിക്ക് തരാനൊന്നുമില്ല. അവൻ അതും കൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ പണ്ടൊക്കെ അങ്ങ് മാൻ്റെ കൊമ്പും ഒരു ചെറിയതാണ്, മാങ്കൊമ്പിൻ്റെയൊക്കെയാണ് കത്തി ഉണ്ടായത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി, ചെറിയ കുട്ടിയല്ലേ, അതിനെ വെട്ടി ഇതിനെ വെട്ടിയൊക്കെ ഇങ്ങനെ നടന്നു. മുത്തച്ഛൻ മരിച്ചുപോയി. ഈ കുട്ടി വലുതാവാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പിടി കേടുവരാൻ തുടങ്ങി, കത്തിയുടെ പിടി. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് പോയി കത്തീൻ്റെ പിടിയിടണം. അപ്പോൾ ഇത് മുത്തച്ഛൻ തന്ന കത്തി കേട്ടോ, മുത്തച്ഛൻ്റെ കത്തിയാണ് ഇത്. ഒരു വിധത്തിൽ എനിക്ക് നഷ്ടപ്പെടുത്താൻ നിവൃത്തിയില്ല. അപ്പോൾ ഇതിൻ്റെ പിടിയാണെങ്കിൽ പൊടിഞ്ഞു തുടങ്ങി, ഇനിയിപ്പോൾ പിടിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പിടി മാറ്റി തരാം, കത്തി അങ്ങനെ ഇരുന്നോട്ടെ. അങ്ങനെ പിടി മാറ്റി കിട്ടും. അപ്പം പഴയ കത്തി അതിൻ്റെ ബ്ലേഡും പുതിയ പിടിയായിട്ടുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ കത്തിയുടെ ഈ മൂർച്ചയുള്ള ഭാഗം, ലോഹമുള്ള ഭാഗം, അത് തുരുമ്പിക്കാൻ തുടങ്ങി. അപ്പം മുത്തച്ഛൻ്റെ കത്തി തുടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ തുരുമ്പിച്ച് അവസാനം തുരുമ്പായി തുടങ്ങി. അപ്പോൾ വീണ്ടും ഇയാളടുത്ത് പോയി, ഇതിപ്പോൾ എന്താ ചെയ്യുക, തുരുമ്പിച്ചു, അതിനിപ്പോൾ എന്താണ്, അതാണ്ട് മാറ്റിയിട്ടാൽ പോരെ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതും മാറ്റിയിട്ട് കൊടുത്തു. അപ്പോഴും കത്തി മുത്തച്ഛൻ്റെ കത്തിയാണ്. അതായത് മെറ്റലും പിടിയൊക്കെ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളൊക്കെ സ്ഥിതി. നമ്മളിപ്പോഴും ഞാൻ പറഞ്ഞ് കൊണ്ട് നടക്കണം. ഓരോ എപ്പോഴും ഇത് ഓർമ്മിക്കണം, ഈ മാറ്റം ഉള്ളതാണ്, പ്രകൃതിയിലുള്ളതാണ്. പക്ഷെ ഞാൻ സത്യമായിട്ട് വിചാരിക്കുന്ന ഓരോന്നിനും മാറ്റമുണ്ട്. ഞാൻ കണ്ടുകൊണ്ട് ഇന്ന് കണ്ടതല്ല നാളെ. അല്ല, ഇതൊക്കെ നമ്മൾ ജ്ഞാനപ്പാൻ ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ എത്ര പ്രാവശ്യം വായിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോഴും ഈ മാറ്റങ്ങളൊക്കെ അറിയുന്ന ഒരു ഞാൻ, അന്ന് കണ്ടതല്ല ഇന്ന് എന്നറിയുന്ന ഒരു ഞാൻ ഉള്ളിലുണ്ട്, മാറ്റത്തിന് സാക്ഷിയായിട്ട്. അതാണ് സത്യം, അതെപ്പോഴും ഉണ്ട്. ആ സത്യത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അതാണ് ആത്മാന്വേഷണം, ഈശ്വരാന്വേഷണം എന്നൊക്കെ പറയും. ഇവിടെ അതന്നെയാണ് പറയും. യാതൊരുവൻ എല്ലാ കാമങ്ങളെയും വെടിഞ്ഞ് ആഗ്രഹം, മമത, അഹങ്കാരം ഇവയിൽ നിന്ന് മുക്തനായി ജീവിക്കുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. നമ്മളെ ഈ സംസാരവുമായിട്ട് ബന്ധിച്ച് നിർത്തുന്ന 3 കാര്യങ്ങളാണ്: ഞാൻ, എൻ്റേത്, അതിനോടുള്ള ഒട്ടിച്ചേരൽ. ഇത് 3 വിഷയങ്ങളാണ്, മായയാണ്, സത്യമല്ല, അസത്താണ് എന്നറിയുന്ന ആൾ ആത്യന്തികമായ ദുഃഖനിവൃത്തി നേടും. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ലക്ഷ്യം എന്താണ്? ഭഗവത്ഗീത ബൈഹാട്ട് പഠിക്കലല്ല ലക്ഷ്യം. കാണുന്നതൊന്നുമല്ല സത്യം, ജഗത് നിത്യ, ബ്രഹ്മസത്യം. ഇതിലേക്ക് എത്തലാണ് പഠനത്തിൻ്റെ ലക്ഷ്യം. അങ്ങോട്ട് എത്തിച്ചേരുക. 72ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം നോക്കാം. ഏഷാ ഭ്രാമി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ സ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. അല്ലയോ അർജുന, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഈ സ്ഥിതിയെ പ്രാപിച്ചാൽ പിന്നെ ഒരുവൻ ഒരിക്കലും മോഹത്തെ പ്രാപിക്കുന്നില്ല. മരണസമയത്തു പോലും ഈ സ്ഥിതിയിലിരിക്കുന്നവൻ ബ്രഹ്മനിർവാണത്തെ പ്രാപിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അർജുന, ഇതാണ് ബ്രഹ്മനിഷ്ഠ. എന്താണ് ബ്രഹ്മനിഷ്ഠ? സത്തിനെയും അസത്തിനെയും തിരിച്ചറിഞ്ഞ് സത്തിലിരിക്കൽ. ആത്മ അനാത്മ വിവേകം, നിത്യ അനിത്യ വിവേകം എന്നൊക്കെയാണ് പറയാം. അപ്പോൾ ഇതിനെ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഇതുവരെ സത്യമായി വിചാരിച്ചതൊന്നല്ല സത്യം, അതൊക്കെ മാറ്റമുള്ളതാണ്. അതുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് സ്ഥിരമായൊരു ആനന്ദം ഉണ്ടാവില്ല, അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് വേണം? സ്ഥിരമായ ആനന്ദം എന്താണോ അതിലേക്ക് നമ്മൾ ഉറച്ചിരിക്കണം, ബ്രഹ്മത്തിലേക്ക്. അതിലെ പരമാനന്ദം ഉണ്ടാവുള്ളൂ. മറ്റൊക്കെ താൽക്കാലികമായിട്ട് ഉപാധികം, സോപാധികം എന്ന് പറയാം. ഉപാധികളോട് ചേർന്ന ആനന്ദം. ഒരു മിഠായി തിന്നുമ്പം സന്തോഷം തോന്നി, മിഠായി കഴിഞ്ഞപ്പോൾ അത് കഴിക്കും എന്ന് പറഞ്ഞതുപോലെ. മറ്റങ്ങനെയല്ല, നിരുപാധികമാണ്, കണ്ടീഷനൊന്നുമില്ല, അൺകണ്ടീഷണൽ. അത് ബ്രഹ്മനിഷ്ഠയിലുള്ളൂ. ഇങ്ങനെ ജീവിക്കുന്ന ഒരാളെ ബ്രഹ്മനിഷ്ഠയിലെത്തുള്ളൂ. ഇങ്ങനെ ജീവിക്കുന്നതാണ് ബ്രഹ്മനിഷ്ഠ. അല്ലാതെ ഭഗവത്ഗീത പഠിച്ചങ്ങനെ കൊമ്പ് മുളയ്ക്കും, തലയ്ക്ക് ചുറ്റും പ്രകാശം ഉണ്ടാവും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അയാളുടെ അറിവിൻ്റെ തലത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഈ സ്ഥിതിയെ പ്രാപിച്ചാൽ പിന്നെ ഒരുവൻ ഒരിക്കലും മോഹത്തെ പ്രാപിക്കുന്നില്ല. മോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, തെറ്റിദ്ധാരണകളിലേക്ക് വരില്ല. എന്താണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ? ഞാൻ ദേഹമാണ്. ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണയെ റിലേറ്റഡ് ആയിട്ടാണ് ബാക്കി എല്ലാം ഉണ്ടാവുക. അപ്പം മോഹത്തെ പ്രാപിക്കുന്നില്ല പറഞ്ഞാൽ തെറ്റിദ്ധാരണകളെ പ്രാപിക്കുന്നില്ല. അർജുനൻ അവസാനം പറയുന്നത് അത് ഭഗവത്ഗീതയുടെ അവസാനം, നഷ്ടോ മോഹ, എൻ്റെ മോഹങ്ങളെല്ലാം തീർന്നു.
എന്ന് പറഞ്ഞാൽ ഈ വക തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാണ്ടായി. ഞാൻ ആത്മാവാണെന്ന് എനിക്ക് ബോധിച്ചു. ഇതാണ് അവസാനം പറയുന്നത്. അതാണ് ലക്ഷ്യം. മോഹത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദേഹം ഞാനാണ് എന്ന് വിചാരിക്കുമ്പോൾ ജനനം, മരണം, ദേഹത്തിൻ്റെ പ്രശ്നം, മനസ്സിൻ്റെ പ്രശ്നമൊക്കെ എൻ്റെ പ്രശ്നം. മോഹത്തെ പ്രാപിക്കുന്നില്ല പറഞ്ഞാൽ ഇതൊന്നും എൻ്റേതല്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ മരണസമയത്ത് പോലും ബ്രഹ്മനിർവ്വാണത്തെ പ്രാപിക്കുന്നു. ഈ ദേഹം ഉപേക്ഷിച്ച് പോകുമ്പോഴും വേർപെട്ട് പോകുമ്പോഴും അയാൾ ആത്മബോധത്തിലിരിക്കും. എന്ന് പറഞ്ഞാൽ ദേഹവുമായിട്ട് വേർപെട്ട് നിൽക്കും. ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലെത്തിയ ഒരാൾ മരണത്തിന് പോലും സാക്ഷിയാണ്. ദേഹം മരിക്കുന്നതിന് സാക്ഷി. അങ്ങനത്തെ യോഗികളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന സമയം ശരീരം വിടാൻ പോവുക, കഴിഞ്ഞു, തയ്യാറാക്കി വെച്ചോളൂ ഒക്കെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം മരണം എന്ന അനുഭവത്തിന് സാക്ഷിയായിട്ട് മാറും. ഉപനിഷത്ത് എന്താ പറഞ്ഞു? മൃത്യുവിനെ മിത്രമാക്കുക എന്നാണ് പറയാം. കഠോപനിഷത്തിൽ അങ്ങനെയാണ്. മൃത്യുവിനെ മിത്രമാക്കുന്ന ഒരു ശാസ്ത്രമുള്ളൂ, നമ്മളെ ശാസ്ത്രം. നമുക്ക് ജനനം എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ മരണവും. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈ വിഭൂതിയോ അതിൽ നമ്മൾ കാണും, ഭഗവാൻ തന്നെ പറയണം, ഞാൻ മൃത്യുവുമാകുന്നു, ഞാൻ കാലമാകുന്നു, ഞാൻ മൃത്യുവാകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം മരണം എന്നൊരവസ്ഥ കാണുമ്പോഴും അത് ഈശ്വരീയ ശക്തിയുടെ പ്രകടനമാണ്. നമ്മളാരും പിടിച്ചാൽ നിൽക്കില്ല, അത് സംഭവിക്കാനുള്ളതാണ് ദേഹത്തിൻ്റെ മരണം. അതിലും നമ്മൾ ഈശ്വരനെ കാണാൻ തുടങ്ങണം. അപ്പം ഇങ്ങനത്തെ ആളുകൾ, യോഗികൾ, ജനനം, മരണം, ജീവിതം എന്നതിനൊക്കെ സാക്ഷിയായിട്ട് മാറും. അതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം. അതാണ് ബ്രഹ്മനിഷ്ഠ. ഇത്രയും പറഞ്ഞ് സാഖ്യയോഗം അവസാനിക്കും. ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും അതിൻ്റെ പുഷ്പിക പറയും, താഴത്തെ എഴുതിയത് വായിക്കണം. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സാഖ്യയോഗോ നാമ ദ്വിതീയോऽധ്യായः.